ഇത് ഞാൻ ഇന്നലെ വാങ്ങിയതാട്ടോ. എറണാകുളത്ത് പോയിട്ട് വരുന്ന വഴി പതുക്കെ ഒത്തിരി വെള്ളം കുടിക്കാൻ കയറിയതാണ്. അപ്പോൾ അവിടെ ഒരു ചെടിക്കട കണ്ടു, അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇത് 3-4 ചട്ടിയിലാക്കാമെന്ന് പറഞ്ഞാണ് തന്നേക്കുന്നത്. അപ്പോൾ ചട്ടിയിലാക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ക്ലിയറായിട്ട് അറിയില്ല, കാരണം എങ്ങാനും ഉണങ്ങിപ്പോയാലോ. സോ ഞാനത് ഒറ്റ ചട്ടിയിൽ തന്നെ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റോമ വൈറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പൂ വിരിയും പറയാം. ഒരു മെലസ്റ്റോമ ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചു, അത് ഉണങ്ങിപ്പോയി. അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ചെടി ഇതും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, അത് ഉണങ്ങിപ്പോയിട്ട് ഇപ്പം ഞാനിന്ന് വേറെ വാങ്ങിയതാണ്. ഇന്നലെ ഇത് ഞാൻ എൻ്റെ ചെറായിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. കട്ടച്ചുമപ്പ്, അതായത് ബ്ലഡ് കളറിലെ ചെത്തിപ്പൂവാണ്. അവിടെ വലിയ ചെടിയാണ്, ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഒടിച്ചുകൊണ്ട് നട്ടു. പക്ഷേ കിളുന്തൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മെലസ്റ്റോമ ഉണങ്ങിപ്പോയി എന്ന് പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ ഈ ഉണങ്ങിപ്പോകുന്നത് ഇതൊരു 4ാമത്തെ ആട്ടോ. ഇതിപ്പോൾ 4ാമത്തെയാണ് ഉണങ്ങി നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ 2 ഉണ്ടായിരുന്നു, അത് പോയി. 3ാമത്തത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു, അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ഇത് അതിൻ്റെ കിളുന്താണെന്ന് എനിക്ക് തോന്നണു. എന്തായാലും ഞാനിപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയതാണ്. ഇത് കണ്ടതേ, കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ നിർത്തിയേക്കുവാണ്. വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു. ഇത് വയലറ്റ് കളറാണ്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത് വൈറ്റാണ്. വേറൊരു കുരുമുളക് വാങ്ങിയതാട്ടോ. എൻ്റെ വലിയൊരു കുരുമുളക് ഉണ്ടായിരുന്നു, ഒരു 1/2 കിലോയിൽ മേലെ കുരുമുളകും ഉണ്ടായിരുന്നു. അത് ഉണങ്ങിപ്പോയി. അത് ഞാൻ വാങ്ങിച്ചെടുത്ത് തന്നെ ചെന്നിങ്ങനെ കാര്യം പറഞ്ഞു കേട്ടോ. കാര്യം പറഞ്ഞത് പച്ചക്കറി പച്ചക്കിട്ടാൽ ഉണങ്ങിപ്പോകും. ഞാൻ ഈ ഒരുപാട് വിത്തൊക്കെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ടിട്ട് പച്ചക്കറി അരിഞ്ഞതിൻ്റെയൊക്കെ ഡയറക്റ്റ് കൊണ്ട് കിട്ടും. അപ്പം ദൈവത്തെ ഓർത്ത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവരാരും ഡയറക്റ്റ് ഇടല്ലേ കേട്ടോ. എനിക്ക് പറ്റിയ അബദ്ധം പറ്റും. ഇപ്പം ഞാനത് വേറെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇപ്പോൾ വിത്തിട്ടിട്ടുണ്ട്. അത് കുറേ ഉണ്ടായിരുന്നു, 1/2 കിലോന് മേലെ ഉണ്ടായിരുന്നു. സങ്കടം വന്നു. ഇതും ഞാൻ കരുമാലൂരിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇതിൻ്റെ വിത്തിട്ടു. ഇത്തിരി സമയം എടുത്തു, 3 മാസം എടുത്തു, 2-3 മാസം എടുത്തു. ഈ ലില്ലി റെഡ് കളറാണെന്ന് തോന്നുന്നു. അവിടെ റെഡും പിന്നെ മഞ്ഞയും ഓറഞ്ചും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനിത് ഏതാ കൊണ്ടുവന്നതെന്ന് എനിക്കൊരു പിടിയില്ല, കാരണം ഇത്രയും സമയം എടുത്തോണ്ടേ മറന്നുപോയി. ഇത് മഞ്ഞ കളറിലെ ലില്ലി കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, പക്ഷെ അത് പൂ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പുതിയൊരു മെമ്പറാണേ. ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, പക്ഷേ പൂവൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നിറച്ച് പൂവായിട്ടുണ്ട്. അന്ന് പൂവായിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഓക്കെ. ഇതും പുതിയ മെമ്പറാട്ടോ. ഇതും പുതിയ മെമ്പറാണ്. ഇത് പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇതൊരു വെരിഗേറ്റഡ് ചെമ്പരത്തിയാണ് കേട്ടോ. പക്ഷെ ഇതിന് പൂ ഞാൻ എടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതും കരുമാലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്. പക്ഷെ ഇപ്പോൾ ഇതിനകത്ത് വിത്ത് വന്നിട്ടുണ്ട്. ഏത് കളറാണ് പൂ വരുന്നതെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇത് വെരിഗേറ്റഡ് ചെമ്പരത്തിയാണ്. പക്ഷേ ഇതിനകത്ത് മുട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ നോക്കുമ്പോൾ അവിടെ വലിയ ചെടിയായിട്ട് മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരു വേറെ കുറേ കുഞ്ഞു മുട്ടുകൾ വരുന്നുണ്ട്. പൂ വിരിയും പറയാം. എന്ത് കളറാണ് ഇത്? ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇത് ഒരില ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ അതെ നല്ല ഭംഗിയായിട്ട് കുടം പോലെ വരുന്നുണ്ട്. കാണിച്ചതാണ് കേട്ടോ. ഇതും ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇത് ലാസ്റ്റ് ടൈം കാണിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ പടത്തിൽ കയറ്റാൻ വേണ്ടി വെച്ചിരിക്കുക. ഇതും ന്യൂ മെമ്പറാണേ. ഇത്തിരി ബുദ്ധിമുട്ടിയാണ് വരുന്നത്. വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചാൽ വരുന്നത്. വരെ നോക്കി